എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോയുടെ രണ്ട് റെസിപ്പികൾ നോക്കാം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് എഗ് മലായിയും അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അപ്പവുമാണ്. എഗ് മലായി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് 2 സവാള കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. ഈ സവാളയും അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കാൻ നേരത്ത് വെള്ളമൊന്നും ചേർക്കണമെന്നില്ല, സവാളയിലെ വെള്ളം തന്നെ മതി. ഇതിലേക്ക് വേണമെങ്കിൽ പച്ചമുളക് അരച്ച് ചേർക്കാം, പക്ഷേ പച്ചമുളക് കൂടെ അരയ്ക്കുമ്പോൾ ഇതിനൊരു പച്ച ചുവ വരും. അപ്പോൾ അത് ഞാൻ പിന്നീടാണ് ചേർക്കുന്നത്. ഇനി ഈ കറിക്ക് വേണ്ടിയിട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് 2 ഏലക്ക, 2 ഗ്രാമ്പു, അതുപോലെ ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ഒരു 3/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 10 കുരുമുളക്, ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം, അതുപോലെ തന്നെ കുറച്ച് മല്ലി, 1 ടീസ്പൂൺ തികച്ച് വേണ്ട, 3/4 ടീസ്പൂൺ മല്ലി. ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഒരു പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് 3 പച്ചമുളക് കീറിയത് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് നമ്മൾ ഉള്ളിയുടെ കൂടെ അരച്ചാൽ പച്ചമുളകിൻ്റെ ഒരു പച്ച ചുവ മുന്നിട്ട് നിൽക്കും. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ പച്ചമുളക് വഴറ്റിയാണ് ചേർക്കുന്നത്. പച്ചമുളക് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സവാള പേസ്റ്റ് ചേർക്കാം. സവാള പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം കംപ്ലീറ്റ് ആയിട്ട് മാറുന്ന വരെ വഴറ്റിയില്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ ഇപ്പോൾ നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. സവാളയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് 1 കപ്പ് പാല് ചേർക്കാം. ഇത് നല്ല കട്ടിപ്പാലാണ്, വെള്ളമൊന്നും ചേർക്കാത്ത പാല്. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കുറുകിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർക്കാം. അത് മൊത്തം ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പം 1/4 ടീസ്പൂണാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. 1/4 ടീസ്പൂൺ തന്നെ ധാരാളമാണ്. അപ്പോൾ ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് കസൂരി മേത്തിയാണ്. ഇത് ഉലുവയുടെ ഇല ഉണങ്ങി നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള കറിയാണ്. നമ്മുടെ കറിയുടെ ടേസ്റ്റേ അല്ല, നോർത്ത് ഇന്ത്യൻ നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുന്ന കറിയാണ്. അപ്പോൾ ഈ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 4 മുട്ട പുഴുങ്ങി 2ആയിട്ട് പിളർന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ഇപ്പോൾ നമ്മുടെ ചാറൊക്കെ കുറുകി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുമ്പോൾ ഈ മുട്ടക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. അവസാനം കുറച്ച് മല്ലിയില കൂടെ അരിഞ്ഞത് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീമൊന്നും ചേർക്കാതെ നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമ്മളിവിടെ എഗ് മലായി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ സെർവ് ചെയ്യുന്നത് ഒരു അപ്പമാണ്. അപ്പോൾ അപ്പം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ്. നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത് ഈസ്റ്റ് ഒന്നും ചേർക്കാതെ റവ വെച്ചിട്ടാണ്. നമ്മളിവിടെ 1 കപ്പ് അടുപ്പിച്ച് റവ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/2 കപ്പ് തൈര്. ഒരുപാട് പുളിയുള്ളതോ പുളിയില്ലാത്തതോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. റവ നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്തിട്ടുള്ള റവയാണ്, പാക്കറ്റിൽ വറുത്ത് കിട്ടിയതാണ്. ഇതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഈ അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്കൊരു നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. നമ്മളൊരു 1/8 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ച് നമ്മളെടുത്തിട്ടുണ്ട്. ഇതാണ് അപ്പത്തിൻ്റെ മാവ്. ഈ മാവ് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് അപ്പം കിട്ടും. നമ്മളിത് പെട്ടെന്ന് തന്നെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാണ് മാവിൻ്റെ പരുവം. ഒരുപാട് കട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് നിങ്ങൾക്ക് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഒരു ദോശത്തവ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുക. ഇത് ഇരുമ്പിൻ്റെ ദോശത്തവയാണ്. ഇതിലേക്ക് നമ്മൾ 1/4 തവി മാവ് ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഈ അപ്പം നിങ്ങൾക്ക് തിരിച്ചിട്ടും അതുപോലെ തന്നെ തിരിച്ചിടാതെയും 2 രീതിയിലും ചുട്ടെടുക്കാവുന്നതാണ്. നമ്മളിവിടെ 2 രീതിയിലും ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കോംബോ ആണ് നമ്മൾ ഇന്ന് കാണിച്ചിരിക്കുന്നത്. കൂടുതൽ ഇതുപോലുള്ള കോംബോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ ഇന്നലെ പൊടിയാൻറ്റിയുടെ സ്പെഷ്യലായിട്ടുള്ള മീൻകറി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കണം. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്